അടുത്തായിട്ട് നമുക്ക് തിയറം 2.63 ആണ്. ലെറ്റ് ബി ഈക്വൽ വി 1 കോമ എക്സെട്ര വി എൻ ആൻഡ് സി ഈസ് ഈക്വൽ ടു ഡബ്ല്യു 1 കോമ എക്സെട്ര ഡബ്ല്യു എം ബി ഓർഡേർഡ് ബേസിസ് ഓഫ് ദി വെക്ടർ സ്പേസസ് വി ആൻഡ് ഡബ്ല്യു. ഓക്കെ, രണ്ട് ഓർഡേർഡ് ബേസിസ് ഉണ്ട്, വിൻ്റെയും ഡബ്ല്യുവിൻ്റെയും. ബി ഡാഷും സി ഡാഷും ഡ്യുവൽ സ്പേസാണ്. അതായത് പിന്നെ നമ്മുടെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡ്യുവൽ ബേസിസ് ആണ്. പിന്നെ അതേപോലെ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡ്യുവൽ ബേസിസ് ആണ് സി ഡാഷ്. ഓക്കെ, ഡ്യുവൽ ബേസിൻ്റെ ഡെഫിനിഷൻ നോക്കണേ, ഇത് ഞാൻ പറഞ്ഞതാണ് നേരത്തെ വീഡിയോയിൽ. ഇനി ടി ഐ ജെ എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടി ഐ ജെ ഓഫ് എക്സ് ഇസിക്കൽ എഫ് ഐ ഓഫ് എക്സ് ഇൻറ്റു ഡബ്ല്യു ഐ. അങ്ങനെയാണ് താഴെ പറയുന്നത് ട്രൂ ആണ്. ഒന്നാമത് എവരി ടി ബിലോങ്സ് ടു എൽ വി ഡബ്ല്യു ക്യാൻ ബി റിട്ടൺ ആസ് ടി ഇസിക്കൽ സമ്മേഷൻ ഐ സിക്കൽ 1 to m സമ്മേഷൻ ജെ സിക്കൽ 1 to n ജി ഐ ടി വി ജെ ടി ഐ ജെ. അടുത്തായിട്ട് ദ സെറ്റ് ടി ഐ ജെ എന്ന് പറയുന്നത് ഇസ് എ ബേസിസ് ഓഫ് എൽ വി ഡബ്ല്യു. ഇത്രയും നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഒന്നാമത്തത് ലെറ്റ് ടി ബിലോങ്സ് ടു എൽ വി ഡബ്ല്യു ലെറ്റ് എക്സ് ബിലോങ്സ് ടു വി. ബൈ തിയറം 2.60 അനുസരിച്ച് നമുക്ക് എക്സിനെ സമ്മേഷൻ ജെ സിക്കൽ 1 to n എഫ് ജെ എഫ് എക്സ് ഇൻറ്റു വി ജെ എന്ന് എഴുതാം. ദെൻ ടി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടി എഫ് എക്സ് 0 സമ്മേഷൻ ജെ സിക്കൽ 1 to n എഫ് ജെ എഫ് എക്സ് ഇൻറ്റു ടി വി ജെ എന്ന് എഴുതാം. ഈക്വൽ ടു സമ്മേഷൻ ജെ സിക്കൽ 1 to n. നമുക്ക് എക്സിനെ നമ്മൾ എങ്ങനെ എഴുതിയത്? സമ്മേഷൻ ജെ സിക്കൽ 1 to n എഫ് ജെ എഫ് എക്സ് ഇൻറ്റു വി ജെ എന്നല്ല എഴുതിയത്. എക്സിൻ്റെ സ്ഥാനത്ത് ഈ ടി വി ജെനെ കാണുക. അപ്പോൾ ടി വി ജെ വരുന്നത് എവിടെയാണ്? ഡബ്ല്യുവിനകത്താണ്. അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റ് ഡ്യുവൽ ബേസിസിൽ വരുന്ന ആൾക്കാരാണ് ജി ഐകൾ. പിന്നെ അവിടുത്തെ ബേസിസ് ഡബ്ല്യു ഐ. അപ്പോൾ എഫ് ജെ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ജെക്ക് പകരം ജി ഐ കൊടുക്കുന്നു, എക്സിന് പകരം ടി വി ജെ കൊടുക്കുന്നു, വി ജെക്ക് പകരം അവിടുത്തെ ബേസിസ് ഡബ്ല്യു ഐ കൊടുക്കുന്നു. ഈക്വൽ ടു ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. സമ്മേഷൻ ഐ സിക്കൽ 1 to m സമ്മേഷൻ ജെ സിക്കൽ 1 to n ജി ഐ ടി വി ജെ എഫ് ജെ എഫ് എക്സ് ഇൻറ്റു ഡബ്ല്യു ഐ. ഈക്വൽ സമ്മേഷൻ ഐ സിക്കൽ 1 to m സമ്മേഷൻ ജെ സിക്കൽ 1 to n ജി ഐ ടി വി ജെ എഫ് ജെ എഫ് എക്സ് ഇൻറ്റു ഡബ്ല്യു ഐക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? എഫ് ജെ എഫ് എക്സ് ഇൻറ്റു ഡബ്ല്യുവിന് ടി ഐ ജെ എന്ന് നമ്മുടെ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതങ്ങ് കൊടുത്തു. അത് പ്രൂവ് ചെയ്തു. രണ്ടാമതായിട്ട് ടി ഐ ജെ ബേസിസ് ഓഫ് എൽ വി ഡബ്ല്യു ആണെന്നുള്ളതാണ്. ബേസിസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അത് സ്പാൻ ചെയ്യുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കുക. സമ്മേഷൻ ഐ സിക്കൽ 1 to m സമ്മേഷൻ ജെ സിക്കൽ 1 to n ആൽഫ ഐ ജെ ടി ഐ ജെ സിക്കൽ 0 എന്ന് കൊടുക്കുക. അപ്പം സമ്മേഷൻ ഐ സിക്കൽ 1 to m സമ്മേഷൻ ജെ സിക്കൽ 1 to n ആൽഫ ഐ ജെ ടി ഐ ജെ ഓഫ് എക്സ്. എക്സിൽ ഇത് അപ്ലൈ ചെയ്തു. ഇത് 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് എല്ലായിടത്തും 0, ഒരു എക്സിലേക്ക് അപ്ലൈ ചെയ്താൽ അവിടെ 0 ആയിരിക്കും. ഈക്വൽ ടു സമ്മേഷൻ ഐ സിക്കൽ 1 to m സമ്മേഷൻ ജെ സിക്കൽ 1 to n ആൽഫ ഐ ജെ ടി ഐ ജെ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ജെ ഓഫ് എക്സ് ഇൻറ്റു ഡബ്ല്യു ഐ ഈക്വൽ ടു 0 എന്ന്. ഇനി സമ്മേഷൻ ഐ സിക്കൽ 1 to m സമ്മേഷൻ ജെ സിക്കൽ 1 to n ആൽഫ ഐ ജെ എഫ് ജെ ഓഫ് വി ഐ ഇൻറ്റു ഡബ്ല്യു ഐ ഈസ് ഈക്വൽ ടു. ഇനി ഇൻ പർട്ടിക്കുലർ ആണ്. ഇപ്പോൾ ഇതൊരു ജനറൽ കേസിലാണ് പറഞ്ഞിരുന്നത്. ഇത് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ബേസിസിലെ എലമെൻസായ വി കെ അങ്ങോട്ട് കൊടുക്കുക. വി കെ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു എല്ലായിടത്തും ഇത് 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സമ്മേഷൻ ഐ സിക്കൽ 1 to n ജെ സമ്മേഷൻ ഐ ജെ ആൽഫ ഐ ജെ എഫ് ജെ ഓഫ് വി കെ ഡബ്ല്യു കെ ഈസ് ഈക്വൽ ടു ഈ എഫ് ഐ ഓഫ് ഇ കെ എന്ന് പറയുന്നത് ജെ ഈസ് ഈക്വൽ ടു കെ ആവുന്നത്. ജെ വേരി ചെയ്യുന്നു. ജെ ഈക്വൽ ടു കെ ആവുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. ആൽഫ ഐ കെ ആവും. ജെ എന്ന് പറയുന്നപ്പോൾ കെ ആവുന്നു. അപ്പോൾ എഫ് കെ ഓഫ് വി കെ 1 ആവും. ബാക്കി എല്ലാ സമയത്തും അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ആ 1 ആവുന്ന കേസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എഫ് കെ വി കെ ജെ കെ ആവുമ്പം നമുക്ക് സിഗ്മ ഐ സിക്കൽ 1 to m ആൽഫ ഐ ജെ എന്നുള്ളത് എന്താവും? കെ ആവും. കെ ആവുമ്പോഴേ ഇത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും 0 ആവും. അപ്പോൾ എഫ് കെ വി കെ അത് 1 ആയി. ഇനി ഡബ്ല്യു ഐക്ക് മാറ്റമില്ല. ജെയുടെ ആണല്ലോ നമ്മൾ പറഞ്ഞത്. ഈക്വൽ ടു നമുക്ക് 0 ആണ്. ഇനി സിൻസ് എഫ് ജെ ഓക്കെ. ഇനി ഡബ്ല്യു എൻ കോമേഴ്സിൻ്റെ ഡബ്ല്യു എൻ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെ ബേസിസ് ആണല്ലോ. അതുകൊണ്ട് അതിൻ്റെ കൂടെ വരുന്ന ആൽഫ ഐ കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റുകൾ 0 കിട്ടും. ഓക്കെ, അപ്പോൾ ദസ് ടി ഐ ജെ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി ഇത് സ്പാൻ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നേരത്തേനകത്തുനിന്ന് ഏതൊരു ടീനെ നമ്മൾ ടി ഐ ജെ ഓഫ് എക്സിൻ്റെ ടേംസിൽ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ സ്പാനിങ് കാണിക്കുന്നില്ല. Once again, theorem 2.63, if dimension is equal to dimension W M ആണെങ്കിൽ then LVW
എൻ്റെ ഡയമെൻഷൻ mn ആയിരിക്കും. അതേപോലെ LBW ഐസോമോർഫിറ്റി ഓഫ് റേസ് ടു MN ആയിരിക്കും. സപ്പോസ് വി സെൻ n ഡയമെൻഷൻ വെക്ടർ സ്പേസ് ദെൻ ഇറ്റ്സ് ഡ്യുവൽ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണ്. ഓൾസോ ദ ഡ്യുവൽ ഓഫ് വി ഡാഷ് ഹാസ് ദി സെയിം ഡയമെൻഷൻ. ഇപ്പോൾ വിയുടെ ഡയമെൻഷനും വി ഡാഷിൻ്റെ ഡയമെൻഷനും സെയിം ആണ്. ഇനി വി ഡാഷിൻ്റെ പിന്നെ ഡ്യുവലാണ് വി ഡബിൾ ഡാഷ് എങ്കിൽ അതിൻ്റെ പിന്നെ ഡയമെൻഷനും സെയിം ആണ്. ഫോർ ദി ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് ഈ മൂന്നും ഐസോമോർഫിക്കും ആയിരിക്കും എന്നാണ് നോട്ട് പറയുന്നത്.